ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്രോബബിലിറ്റി ആണ് കേട്ടോ. സാധ്യതകളുടെ ലോകം എന്ന് പറഞ്ഞിട്ടുള്ള SCRT ക്ലാസ് 10th മാത്സിലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് കേട്ടോ. ആദ്യത്തെ വീഡിയോന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഒരു സമചതുരത്തിനകത്ത് കൃത്യമായിട്ട് ചേർന്നിരിക്കുന്ന വൃത്തമാണ് ചുവടെ നൽകിയിട്ടുള്ളത്. കണ്ടോ, ഇതേപോലെ ഒരു സ്ക്വയറിനകത്ത് കറക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് കൊടുത്തിട്ടുള്ളത്. ചിത്രത്തിൽ കണ്ണടച്ചൊരു കുത്തിട്ടാൽ അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ചിത്രത്തിൽ കണ്ണടച്ച് ഞാനൊരു കുത്തിടുകയാണെങ്കിൽ അത് ഈ പറഞ്ഞുള്ള സർക്കിളിനകത്ത് വരാനുള്ള പ്രോബബിലിറ്റി അല്ലെങ്കിൽ സാധ്യത എന്തെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യം ഒന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നത്. പ്രോബബിലിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, സാധ്യത കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ, നമ്മളോട് ക്വസ്റ്റിനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം അല്ലെ, ആ ഒരു ഭാഗം മുകളിൽ വരും. താഴെ എന്താ വരിക, താഴെ നമ്മുടെ ടോട്ടൽ ആണ് വരിക. ആണല്ലോ, മുകളിൽ എന്താ വരുന്നത്, നമ്മളോട് ക്വസ്റ്റനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ഇതിനകത്താണെങ്കിൽ വൃത്തത്തിലാകാനുള്ള സാധ്യത അതായിരിക്കും നമ്മുടെ മുകളിൽ വരുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കാം. ഇപ്പൊ ഞാൻ കണ്ണടച്ച് ഒരു കുത്തിടുകയാണെങ്കിൽ അത് ഈ സർക്കിളിനകത്ത് വരാനുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എവിടെയൊക്കെ വരാം, ഇവിടെ വരാം, ഇവിടെ വരാം, അല്ലെങ്കിൽ ഇവിടെ വരാം. അങ്ങനെ ഈ സർക്കിളിനകത്ത് എവിടെ വേണമെങ്കിലും വരാം അല്ലെ. അങ്ങനെയാണെങ്കിൽ സർക്കിളിന്റെ ഏരിയ വേണ്ട നമ്മൾക്ക് സാധ്യതയായിട്ട് കിട്ടാൻ ആണല്ലോ, കാരണം ഈ സർക്കിളിനകത്ത് എവിടെ വേണമെങ്കിലും വരാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താ, അത് വൃത്തത്തിലാകാനുള്ള സാധ്യത എന്തെന്ന് ചോദിക്കുമ്പോൾ സർക്കിളിന്റെ ഏരിയ ആണ് അല്ലെ. അപ്പൊ സർക്കിളിന്റെ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ, ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്താ, സ്ക്വയർ വരണം, കാരണം സ്ക്വയറിനകത്താണ് സർക്കിൾ വരുന്നത്. അപ്പൊ ടോട്ടൽ എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ. ഇത്രയൊക്കെ ആണല്ലോ. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ള സംഭവമായിരിക്കും നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് വരാം. താഴെ എന്താ വരുന്നത്, ടോട്ടൽ ആയിട്ട് വരുന്നത്. ടോട്ടൽ എന്ന് പറഞ്ഞ കൊടുത്ത സ്ക്വയർ ആണ്. ഇനി നമുക്ക് രണ്ടിന്റെയും ഏരിയ കണ്ടുപിടിക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചേ, നമ്മൾ ഈ സർക്കിൾ എടുക്കുകയാണ് കേട്ടോ, വൃത്തം എടുക്കുകയാണ്. വൃത്തത്തിന്റെ ആരം എന്ന് പറയുന്നത് 6 ആണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഡയമീറ്റർ എത്രയായിരിക്കും, 2r ഉണ്ട് അല്ലെ, 2r ആയിരിക്കും ഈ പറഞ്ഞിട്ടുള്ള വൃത്തത്തിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണല്ലോ ഈ പറഞ്ഞിട്ടുള്ള ഡിസ്റ്റൻസും അല്ലെ. ഈ സ്ക്വയറിന്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്, 2r തന്നെയാണ്. അപ്പൊ ഇതും എന്തായിട്ട് വരും, 2r എന്ന് പറഞ്ഞ് കിട്ടി. അപ്പൊ സ്ക്വയറിന്റെ ഒരു സൈഡ് നമുക്ക് കിട്ടി. അതേപോലെ തന്നെ സർക്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കുക, സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പൈ ആർ സ്ക്വയർ അല്ലെ, പൈ ആർ സ്ക്വയർ, അത് പഠിച്ചു വെക്കണം കേട്ടോ. ഡിവൈഡഡ് ബൈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലെ. ലെങ്ത്തും ബ്രെഡ്ത്ത് ഒക്കെ സെയിം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്തെടുക്കും, 2r ഇൻറ്റു 2r അല്ലെങ്കിൽ 2r ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതും. അപ്പൊ എന്ത് വന്നു, പൈ ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2r ദി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ 2നെയും സ്ക്വയർ ചെയ്യണം, ആറിനെയും സ്ക്വയർ ചെയ്യണം. അതായത് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ആർ സ്ക്വയർ എന്ന് തന്നെ എഴുതി. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് മുകളിലത്തെയും താഴത്തെയും ആർ സ്ക്വയർ തമ്മിൽ വെട്ടിക്കളയാം. അപ്പൊ എത്ര ആൻസർ കിട്ടി, പൈ ബൈ 4 എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലായോ? അതായത് ഈ ചിത്രത്തിൽ ഞാൻ കണ്ണടച്ചൊരു കുത്തിട്ട് കഴിഞ്ഞാൽ അത് സർക്കിളിനകത്ത് വരാനുള്ള സാധ്യത പ്രോബബിലിറ്റി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എത്രയാണ് സാധ്യത, പൈ ബൈ 4 ആണ്. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് കിട്ടിക്കഴിയുമ്പോൾ എന്താ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ആ സംഭവം നമ്മുടെ മുകളിൽ വരും, താഴെ ടോട്ടൽ വരും. ഇപ്പൊ ഇവിടെ നമ്മുടെ സർക്കിളിനകത്തെ ഏരിയ ആണ് വരുന്നത്. അപ്പൊ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ, സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ, സൈഡ് സ്ക്വയർ ആണ് വരിക, അതായത് 2r ദി ഹോൾ സ്ക്വയർ. ചെയ്ത് കഴിഞ്ഞ് സിംപ്ലിഫൈ ചെയ്യാൻ നമുക്ക് ആൻസർ കിട്ടും. അടുത്ത ചോദ്യം നോക്കാം. ഒരു പെട്ടിയിൽ 1 2 3 4 എന്നിങ്ങനെ സംഖ്യകൾ എഴുതിയിട്ടുള്ള 4 കടലാസ് കഷ്ണങ്ങളും മറ്റൊരു പെട്ടിയിൽ 1 2 എന്നീ സംഖ്യകൾ എഴുതിയിട്ടുള്ള 2 കടലാസ് കഷ്ണങ്ങളും ഉണ്ട്. രണ്ടിൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും ഒറ്റ സംഖ്യ ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക, നമുക്ക് ഒന്നും കൂടെ ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പൊ ആദ്യത്തെ ഒരു പെട്ടി, നമുക്ക് ആ പെട്ടീനെ എ എന്ന് കൊടുക്കാം കേട്ടോ. രണ്ടാമത്തെ പെട്ടീനെ നമുക്ക് പെട്ടി ബി കൊടുക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ പെട്ടിയിൽ എന്തൊക്കെയല്ലേ, 1 2 3 4 എന്ന് എഴുതിയിട്ടുള്ള കടലാസ് കഷ്ണങ്ങളുണ്ട്, 4 കടലാസ് കഷ്ണങ്ങളുണ്ട്. രണ്ടാമത്തെ പെട്ടിയിൽ എന്തൊക്കെയല്ലേ, 1 2 എന്ന് എഴുതിയിട്ടുള്ള 2 കടലാസ് കഷ്ണങ്ങളുണ്ട്. ഇനി ഞാൻ ഒരേ സമയത്ത് എ എന്ന് പറഞ്ഞിട്ടുള്ള പെട്ടിയിൽ നിന്നുള്ള ഒരെണ്ണവും ബിനകത്തെ ഒരു കടലാസ് കഷ്ണം എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ എങ്ങനെയൊക്കെ ആവാം, വേണമെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള എനകത്തുള്ള ഒന്നും ബിനകത്തുള്ള ഒന്നും വരാം അല്ലെ. ഒരേ സമയം ഞാൻ എന്നും ബിന്നും ഓരോ കടലാസ് കഷ്ണങ്ങൾ ഇത് എടുക്കുകയാണെങ്കിൽ എനകത്തുള്ള ഒന്നും ബിനകത്തുള്ള ഒന്നും വരാം, അല്ലെങ്കിൽ എനകത്തുള്ള 2ഉം ബിനകത്തുള്ള 1, അല്ലെങ്കിൽ എനകത്തുള്ള 3 ബിനകത്തുള്ള 1, അല്ലെങ്കിൽ എങ്ങനെയാ വരാ, എനകത്തുള്ള 4ഉം ബിനകത്തുള്ള 1 വരാം. ഇനി അപ്പൊ നമ്മൾ ഈ 4 എണ്ണവും ഈ ബിനകത്തുള്ള 1 വെച്ചിട്ട് പെയർ ചെയ്തു.
അല്ലെ? അതേപോലെ തന്നെ എങ്ങനെ വരാം? ഈ 4 2 വെച്ചിട്ട് നമുക്ക് പെയർ ചെയ്യാം അല്ലെ? അപ്പൊ എങ്ങനെ വരാം? എനകത്തുള്ള 1, ബിനകത്തുള്ള 2, എനകത്തുള്ള 2, ബിനകത്തുള്ള 2, എനകത്തുള്ള 3, ബിനകത്തുള്ള 2, എനകത്തുള്ള 4ഉം ബിനകത്തുള്ള 2ഉം. അപ്പൊ ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ചാൻസുകൾ ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ ഈ 4 നമ്മൾ 1 വെച്ചും പെയർ ചെയ്തു, ഈ 4 നമ്മൾ 2 വെച്ച് പെയർ ചെയ്തു. അങ്ങനെ നോക്കുകയാണെങ്കിൽ എത്ര ചാൻസുകളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. 8 ചാൻസസ് വരാം അല്ലെ? ഇതിൽ ഏത് വേണമെങ്കിലും വരാം. 1, 1 വരാം, 2, 1 വരാം, അങ്ങനെ 8 ചാൻസസ് ആണ് നമുക്ക് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ എത്ര ചാൻസ് ഉണ്ട്? 8 ചാൻസ് ആണ് ഉള്ളത്. ഇനി നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളേ? നോക്കിയേ, 2ൽ നിന്നും ഓരോ കടലാസ് എടുത്താൽ രണ്ടും ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് വേണം മുകളിൽ വരാൻ അല്ലെ? അപ്പൊ ഒറ്റ സംഖ്യകളാകാനുള്ള സാധ്യത എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, രണ്ടും ഒറ്റ സംഖ്യകളാവാനുള്ള സാധ്യത എന്താ? 1ഉം 1ഉം, ഇത് ഒറ്റ സംഖ്യയാണ് അല്ലെ? പിന്നെ ഏതാ വരിക? 3ഉം 1ഉം. പിന്നെ വേറെ ഏതെങ്കിലും വരുന്നുണ്ടോ രണ്ടും ഒറ്റ സംഖ്യ ആയിട്ടുള്ളത്? വേറെ ഒന്നുമില്ല അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്ര ചാൻസ് ഉണ്ട് രണ്ടും ഒറ്റ സംഖ്യകളാവാനുള്ള ചാൻസ്? 2 ആണ്. പിന്നെ അടിയിൽ നമ്മൾ എന്താ എഴുതണ്ടേ? എപ്പോഴും ടോട്ടൽ എഴുതണം അല്ലെ? അപ്പൊ ടോട്ടൽ എത്രയാ? 8 ആണ്. അപ്പൊ എത്ര വരും നമ്മുടെ ആൻസർ? 2/8 1/4 എന്ന് പറഞ്ഞു കിട്ടും. എത്ര കിട്ടും? 1/4. മനസ്സിലായോ? അപ്പൊ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ടോട്ടൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനെ എഴുതി നോക്കണം എന്നില്ല കേട്ടോ. നമുക്കൊരു എളുപ്പവഴിയുണ്ട്. ഇതിനകത്ത് 4 പേരാണെങ്കിൽ, ഇതിനകത്ത് 2 പേരാണെങ്കിൽ 4 × 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ടോട്ടൽ കിട്ടും. മനസ്സിലായോ? പിന്നെ ഇതിനകത്ത് ഒറ്റ സംഖ്യകൾ ചോദിച്ചുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ എഴുതിയിട്ട് ഓരോന്നായിട്ട് കണ്ടുപിടിച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇപ്പൊ സപ്പോസ് ഇപ്പൊ ഇതിനകത്ത് 4 എണ്ണത്തിന് പകരം ഒരു 6 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിച്ചോ. ഇതിനകത്ത് ഒരു 6 നമ്പേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഇതിനകത്ത് 2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര വരും? 6 × 2 അല്ലെ? 6 × 2 12 വരും. കൺസെപ്റ്റ് ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ എന്താണോ കൊടുത്തിട്ടുള്ളത് അതേ ഇൻറ്റു ഈ രണ്ടാമത്തെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും ഉണ്ട്. കണ്ടോ? 10A ക്ലാസ്സിൽ 30 ആൺകുട്ടികളും 20 പെൺകുട്ടികളും. 10B ക്ലാസ്സിൽ 15 ആൺകുട്ടികളും 15 ബോയ്സും 25 പെൺകുട്ടികളും ഉണ്ട്. ഓക്കെ, ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുത്താൽ രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത. ഓക്കെ, അപ്പൊ 10A ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? 20 പെൺകുട്ടികളുണ്ട് അല്ലെ? 10B ക്ലാസ്സിൽ എത്ര പെൺകുട്ടികളുണ്ട്? 25 പെൺകുട്ടികളുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ രണ്ടും പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 20 × 25 കിട്ടും അല്ലെ? ഗേൾസ് രണ്ടും പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 20 × 25. അതെങ്ങനെയാ 20 × 25 ചെയ്യണമെന്ന് മനസ്സിലായത്? കാരണം ഇപ്പൊ ഇതിനകത്ത് 20 പെൺകുട്ടികളാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിനകത്തുള്ള ആദ്യത്തെ പെൺകുട്ടി ഇതിനകത്തുള്ള ആദ്യത്തെ പെൺകുട്ടിയായിട്ട് പെയർ ചെയ്യാം. ഇവിടുത്തെ ആദ്യത്തെ പെൺകുട്ടി ഇതിനകത്തുള്ള രണ്ടാമത്തെ പെൺകുട്ടിയായിട്ട് പെയർ ചെയ്യാം. അങ്ങനെ നമുക്ക് 25 എണ്ണം ഇവിടെ വരും. പിന്നെ എങ്ങനെയാ? അതേപോലെ തന്നെ ഇവിടുത്തെ രണ്ടാമത്തെ പെൺകുട്ടിയും ഇവിടുത്തെ 25 എണ്ണമായിട്ട് പെയർ ചെയ്യാം. അങ്ങനെ ചെയ്തു വരുമ്പോൾ നമുക്ക് മൊത്തം എത്ര വരും? 500 ജോഡികൾ കിട്ടും. മനസ്സിലായോ? 500 പെൺകുട്ടികളുടെ ജോഡി കിട്ടും. അപ്പൊ ഇത് തന്നെയാണ് നമ്മൾ നേരത്തെയും ചെയ്തത്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ചെയ്തില്ലേ? കണ്ടോ? ഇവിടെ 4 പേരുണ്ട്, ഇവിടെ 2 പേരുണ്ട്. അപ്പൊ മൊത്തം ജോഡികളുടെ എണ്ണം നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചേ? 4 × 2, അതായത് 8 നമുക്ക് കിട്ടി അല്ലെ? നമ്മളിവിടെ എഴുതിയൊക്കെ നോക്കി. പക്ഷെ ഇവിടെ നമുക്ക് അങ്ങനെ എഴുതി നോക്കാൻ ബുദ്ധിമുട്ടല്ലേ? കുറച്ചുകൂടി വലിയ നമ്പേഴ്സ് അല്ലേ? അപ്പൊ ഓർത്ത് വെക്കുക, രണ്ടും പെൺകുട്ടികളാവണമെങ്കിൽ പെൺകുട്ടികളുടെ ഇവിടുത്തെ എണ്ണം കൊടുത്തിട്ടുള്ളത് 20 ആണ്. ഇവിടെ 25 ആണ്. അപ്പൊ 20 × 25 ആയിരിക്കും എന്ത്? പെൺകുട്ടികളുടെ ജോഡികളുടെ എണ്ണം. എത്രയാ? 500 കിട്ടും. ഓക്കെ ആണല്ലോ? പെൺകുട്ടികളുടെ ജോഡികളുടെ എണ്ണം നമുക്ക് കിട്ടി, 500 എന്ന് പറഞ്ഞു കിട്ടി. ഇനി ശ്രദ്ധിക്കുക, നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സാധ്യത ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? നമ്മളോട് എന്താണോ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അത് വേണം നമ്മുടെ ന്യൂമറേറ്റർ ആയിട്ട് വരാൻ. ഓക്കെ, ഇനി താഴെ എന്ത് വരണം? മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം വരണം അല്ലെ? ടോട്ടൽ ആണ് നമ്മൾ താഴെ എഴുതാറ്. മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം. ഇനി ഇവിടെ നോക്കിയിട്ട് പറഞ്ഞേ, മൊത്തം എത്ര കുട്ടികളുണ്ട്? 30 + 20 50 കുട്ടികളുണ്ട്. ഇവിടെ നോക്കിയിട്ട് പറഞ്ഞ എത്ര മൊത്തം കുട്ടികളുണ്ട്? 15 + 25 40 കുട്ടികളുണ്ട് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എങ്ങനെ വരും? 50 × 40. നമ്മൾ ഇവിടെ ചെയ്ത പോലെ അതേപോലെ തന്നെ അല്ലെ? 50 × 40. അപ്പൊ ഇവിടെ നമുക്ക് മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 50 × 40 2000 കിട്ടും കേട്ടോ. ഇവിടെ ജസ്റ്റ് ഞാൻ എഴുതി വെച്ചു എന്നേ ഉള്ളൂ. 2000 കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ ഇവിടെ എത്രയാ വരിക? 500/2000 എന്ന് പറയുമ്പോൾ 0 വെട്ടിക്കളയുക. 5/20 എന്ന് പറഞ്ഞാൽ 1/4 എന്ന് പറഞ്ഞ് കിട്ടും.
മനസ്സിലായോ? അപ്പൊ രണ്ടും പെൺകുട്ടികളാവാനുള്ള സാധ്യത ചോദിക്കുകയാണെങ്കിൽ 1/4 ആണ്. എത്രയാണ്? 1/4. ഇനി അടുത്ത സബ് ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ രണ്ടും ബോയ്സ് ആവണമെങ്കിൽ 10A എത്ര ബോയ്സ് ഉണ്ട്? 30 പേരുണ്ട് അല്ലെ? 30 പേരുണ്ട്. ഇനി 10B എത്ര ബോയ്സ് ഉണ്ട്? 15 പേരുണ്ട്. ഇനി രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം ചോദിക്കുകയാണെങ്കിൽ എന്താ ചെയ്യണ്ടേ? 30 × 15 അല്ലെ? കാരണം ഇതിനകത്തുള്ള ഒരു ബോയും ഈ 15 ബോയ്സുമായിട്ട് വരാം. പിന്നെ ഇതിനകത്തുള്ള രണ്ടാമത്തെ ബോയും 15 ബോയ്സും. അങ്ങനെ നമുക്ക് നോക്കി കഴിയുമ്പോൾ 30 × 15 ജോഡികളുടെ എണ്ണം കിട്ടും. ഓക്കെ, ബോയ്സിന്റെ ജോഡികളുടെ എണ്ണം കിട്ടും. 15 × 3 എന്ന് പറഞ്ഞാൽ 45, പിന്നെ ഒരു 0 ഇട്ട് കൊടുത്തു, 450 കിട്ടി അല്ലെ? ഇതാണ് എന്താ ബോയ്സിന്റെ രണ്ടും ആൺകുട്ടി ആവാനുള്ള ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 450 ആണ്. നമ്മളോട് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് രണ്ടും ആൺകുട്ടികളാവാനുള്ള സാധ്യതയാണ്. സാധ്യത എന്ന് പറഞ്ഞാൽ ഈ കിട്ടിയിട്ടുള്ള 450 ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എത്രയാ? 50 × 40 ആണ് ടോട്ടൽ സ്റ്റുഡൻസിന്റെ ജോഡികളുടെ എണ്ണം. അതായത് 50 × 40 എന്ന് പറഞ്ഞാൽ 2000 എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ? ഇനി നമുക്ക് വെട്ടി കുറയ്ക്കാം. 45/200 വരും. അപ്പം 5 ൽ 9 വരും. 5 × 40 വരും. അപ്പൊ 9/40 ആണ് എന്ത്? രണ്ടും ആൺകുട്ടി ആവാനുള്ള ജോഡികളുടെ എണ്ണം. മനസ്സിലായോ? 9/40. ഓക്കെ, അപ്പൊ നമ്മൾ ഇത്രയും നേരം രണ്ട് പെൺകുട്ടികൾ വരാനുള്ള സാധ്യത കണ്ടുപിടിച്ചു, രണ്ട് ആൺകുട്ടികൾ വരാനുള്ള സാധ്യത കണ്ടുപിടിച്ചു. ഇനി നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും വരാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പൊ നമുക്കറിയാം മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയായിരുന്നു? 50 × 40 അല്ലെ? അതായത് 2000 ആണ് മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം. ഓക്കെ ആണല്ലോ? ഇനി ശ്രദ്ധിച്ച് കേൾക്കുക. ഈ 2000-ൽ നിന്ന് ഞാൻ രണ്ട് പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം നമുക്കറിയാം അല്ലെ? എത്രയാ? 500 ആണ്. രണ്ടും പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം 500. രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം എത്രയാ? 450. അപ്പൊ ഈ 2000-ൽ നിന്ന് ഞാൻ രണ്ടും പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം ഞാൻ കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണവും ഞാൻ കുറയ്ക്കുകയാണ്. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? രണ്ടും പെൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണവും കുറച്ചു, രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണവും കുറച്ചു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള ജോഡികളുടെ എണ്ണം കിട്ടില്ലേ? ഇല്ലേ? 2000-ൽ നിന്ന് ഞാൻ മൊത്തം പെൺകുട്ടികളുടെ ജോഡികളുടെ എണ്ണവും രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണവും കുറച്ചു കഴിഞ്ഞാൽ ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള ജോഡിയുടെ എണ്ണം എനിക്ക് കിട്ടും. അപ്പൊ എനിക്ക് ആൻസർ എത്രയാണ് കിട്ടുക? 2000-ൽ നിന്ന് 500 കുറച്ച് കഴിഞ്ഞാൽ 1500. 1500-ൽ നിന്ന് 450 കുറച്ച് കഴിഞ്ഞാൽ 1050 എന്ന് പറഞ്ഞ് കിട്ടും അല്ലെ? ഈ 1050 എന്ന് പറയുന്നതാണ് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള ജോഡികളുടെ എണ്ണം. നമ്മളോട് എന്താ ചോദിച്ചിട്ടുള്ളത്? സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ? സാധ്യത ചോദിക്കുമ്പോൾ എന്താ ചെയ്യണ്ടേ? ക്വസ്റ്റ്യനിൽ എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്യണം. ടോട്ടൽ എത്രയാ? 2000 ആണ് അല്ലെ? അപ്പൊ ടോട്ടൽ ഞാൻ ഇവിടെ 2000 എന്ന് എഴുതി. ഇനി വെട്ടുകയാണ്. ഇത് വെട്ടി ഇനി 5-ൽ പോവും. അപ്പം 5 × 2 21 വരും. 5 × 4 വരും അല്ലെ? അപ്പൊ 21/40 ആണ് എന്ത്? ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും ആവാനുള്ള സാധ്യത. ഒന്നുകൂടെ പറയാം, മൊത്തം നമുക്ക് 2000 കിട്ടി അല്ലെ? 2000 കുട്ടികളുടെ ജോഡികളുടെ എണ്ണം കിട്ടി. അതിൽ നിന്ന് രണ്ട് പെൺകുട്ടികൾ നമുക്ക് വേണ്ട, കാരണം നമ്മളോട് ചോദിച്ചിട്ടുള്ള ഒരു ബോയും ഒരു ഗേളും ആണ്. അപ്പൊ രണ്ട് പെൺകുട്ടികളുടെ ജോഡികളുടെ എണ്ണവും അതുപോലെ തന്നെ രണ്ട് ആൺകുട്ടികളുടെ ജോഡികളുടെ എണ്ണവും കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയുടെയും ജോഡിയുടെ എണ്ണം കിട്ടും. അത്രേ ഇവിടെ ചെയ്തിട്ടുള്ളൂ. ഇതിൽ നിന്ന് ജസ്റ്റ് ഇത് രണ്ടും കുറച്ചു. അപ്പം അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഒരു ആൺകുട്ടിയും ഒരു പെൺകുട്ടിയും കിട്ടാനുള്ള സാധ്യത. ഇനി നമുക്ക് നാലാമത്തെ സബ് പാർട്ട് നോക്കാം. ഓരോ ക്ലാസ്സിൽ നിന്നും ഒരു കുട്ടിയെ തിരഞ്ഞെടുത്താൽ ഒരു ആൺകുട്ടിയെങ്കിലും ആകാനുള്ള സാധ്യതയാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ് ചോദിച്ചിട്ടുള്ളത്. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? അതായത് ഒരു കുട്ടിയെങ്കിലും ആൺകുട്ടിയായിട്ട് വരണം, അറ്റ്ലീസ്റ്റ് 1 ബോയ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ബോയ്സ് വരാനുള്ള സാധ്യതകൾ നോക്കാം അല്ലെ? അപ്പൊ 2 ഗേൾസ് നമുക്ക് എന്തായാലും പറ്റില്ല. അപ്പൊ ഇത് നമുക്ക് വേണ്ട. രണ്ടും ബോയ്സ് ആവാം, അല്ലെങ്കിൽ ഒരു ബോയും ഒരു ഗേളും ആവാം. ഓക്കെ, അപ്പൊ ഒരു ബോയും ഒരു ഗേളും വരാനുള്ള ജോഡികളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. എത്രയായിരുന്നു? 1050 എന്ന് പറഞ്ഞ് നമ്മൾ കണ്ടുപിടിച്ചു. അതിന്റെ ഒപ്പം ഇനി എന്താ? രണ്ടും ആൺകുട്ടികളാവാലോ. അപ്പൊ രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചില്ലേ? എത്രയാ? രണ്ടും ബോയ്സ് ആവാനുള്ള ജോഡികളുടെ എണ്ണം 450. ഓക്കെ, അപ്പൊ ഒരു ബോയും ഒരു ഗേളും ആവാനുള്ള ജോഡികളുടെ എണ്ണത്തിന്റെ ഒപ്പം രണ്ടും ആൺകുട്ടികളാവാനുള്ള ജോഡികളുടെ എണ്ണം കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അറ്റ്ലീസ്റ്റ് ഒരു ആൺകുട്ടി എന്നുള്ള ഒരു ചാൻസും കൂടെ വരില്ലേ അല്ലെ? അപ്പൊ ഒന്ന് ആഡ് ചെയ്ത് നോക്കി, ഇവിടെ എത്ര കിട്ടും? ഇവിടെ 1500 എന്ന് പറഞ്ഞ് കിട്ടും
ഓക്കെ, 1500. നമ്മൾ രണ്ടും പെൺകുട്ടികൾ എടുക്കുന്നില്ല. കാരണം എന്താ, നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 1 ബോയ് ആണ്. അപ്പോൾ ബോയ്സ് വരുന്ന കേസ് മാത്രം നമ്മൾ എടുക്കുന്നത് കേട്ടോ. അതാണ് 2 ബോയ്സും 1 ബോയും 1 ഗേളും. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടി 1500 ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാ, 2000 ആണ് അല്ലെ. മൊത്തം കുട്ടികളുടെ ജോഡികളുടെ എണ്ണം എന്ന് പറയുന്നത് 2000. ഇനി വെട്ടിക്കുറയ്ക്കാം. 5 ഇൻറ്റു 3, 5 ഇൻറ്റു 4. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും? 3/4 എന്ന് പറഞ്ഞു കിട്ടും. എത്ര നമ്മുടെ ആൻസർ? 3/4. ഇനി ഈ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടല്ലോ, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. എങ്ങനെയാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ടോട്ടൽ പ്രോബബിലിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 1 ആയിരിക്കും അല്ലെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ രണ്ടും ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി എത്രയായിരുന്നു? നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് ചെയ്തിട്ടുള്ള പാർട്ടിൽ എത്രയായിരുന്നു? 1/4 ആയിരുന്നു അല്ലെ. ഇനി ഇവിടെ ചോദിച്ചിട്ടുള്ളത് അറ്റ്ലീസ്റ്റ് 1 ബോയാ. അറ്റ്ലീസ്റ്റ് 1 ബോയ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? 2 ബോയ്സ് വരാം, അതേപോലെ തന്നെ 1 ബോയും 1 ഗേളും വരാം അല്ലെ. അപ്പൊ മൊത്തം നമ്മുടെ പ്രോബബിലിറ്റി 1 ആണെങ്കിൽ അതിന്ന് 2 ഗേൾസ് ആവാനുള്ള പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള കേസ് വരില്ലേ, 2 ബോയ്സും അല്ലെങ്കിൽ 1 ബോയും 1 ഗേളും വരാനുള്ള പ്രോബബിലിറ്റി കിട്ടില്ലേ. ശരിയല്ലേ? അപ്പൊ മൊത്തം 1 നമ്മുടെ പ്രോബബിലിറ്റി എങ്കിൽ അതിന്ന് 2 ഗേൾസ് വരാനുള്ള പ്രോബബിലിറ്റി സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 1 കാല് പോയി കഴിഞ്ഞാൽ 3/4 കിട്ടും അല്ലെ. അപ്പൊ 3/4 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. അപ്പൊ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെത്തേഡിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള മെത്തേഡ്. അപ്പൊ രണ്ടും ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. അപ്പൊ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആദ്യത്തെ ഭാഗം കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുക, അതിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രോബബിലിറ്റിയുടെ ചാപ്റ്റർ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ 10th സ്റ്റാൻഡേർഡ് SCERTയുടെ പ്രോബബിലിറ്റിയുടെ ചാപ്റ്ററാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക, കേട്ട് മാത്രം പോയാൽ പോരാ, എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.